അതെങ്ങനെ? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുകയല്ല. കാരണം നിന്റെ അപ്പന്റെ വക്രബുദ്ധിയൊന്നും ഇതിനകത്തേക്ക് കിട്ടിയിട്ടില്ല. എപ്പോഴും എപ്പോഴും എന്റെ അച്ഛനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എനിക്ക് അത്ര പിടിക്കുന്നില്ല കേട്ടോ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നീ ഒന്ന് മനസ്സ് വെച്ചാ ഈ പ്രശ്നം തീരും. എങ്ങനെ? നിന്റെ സ്വർണം ഒന്ന് പണയം വെക്കാൻ തന്നാ മതി. ഓ, അപ്പൊ അതായിരുന്നു മനസ്സിലിരിപ്പല്ലേ? മോനേട്ടിന് വിഷമം തോന്നിയാലും കുഴപ്പമില്ല, എന്റെ സ്വർണം ഞാൻ തരില്ല. നിനക്കെന്നെ വിശ്വാസമില്ലേ? എങ്ങനെ വിശ്വസിക്കും? ഒരു മാസം കഴിയുമ്പോ തരാന്നും പറഞ്ഞ് എന്റെ അക്കൗണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ എടുത്തില്ലേ? എന്നിട്ടത് എവിടെ പോയി? ഇപ്പൊ വർഷം 3 ആയി. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, എന്റെ സ്വർണം അച്ഛന്റെ പണാണല്ലോ, അത് വാങ്ങുന്നതിന് കുഴപ്പമില്ല അല്ലേ? ഓ, നിന്റെ ഒരു അച്ഛൻ. എന്താ എന്റെ അച്ഛന് കുഴപ്പം? അച്ഛനും രാഷ്ട്രീയക്കാരനായിരുന്നു, പക്ഷെ കുടുംബം നോക്കിയേ രാഷ്ട്രീയം കളിച്ചിട്ടുള്ളൂ. അതുകൊണ്ടെന്താ, ഞങ്ങൾ ഇതുവരെ ഇല്ലായ്മ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോ നിന്റെ അപ്പൻ എങ്ങനെ പണം ഉണ്ടാക്കിയെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. മറ്റുള്ളവർക്ക് എന്റെ അച്ഛൻ ദുഷ്ടനും മോശക്കാരനായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ അച്ഛൻ വലുതാ. അച്ഛൻ എന്താണെന്ന് അറിയാത്തവർക്ക് അത് പറഞ്ഞ മനസ്സിലാവേ. അതേടി, തന്തയില്ലാത്തവനാ ഞാൻ. ജനിച്ച നിമിഷം മുതൽ കേൾക്കാൻ തുടങ്ങിയതാ ഞാനിത്. മറ്റാര് പറഞ്ഞാലും ഞാനത് സഹിക്കും. പക്ഷെ നീ അത് പറഞ്ഞാൽ Mr. Mohan, you are under arrest. ഞാനൊരു പ്രതിപക്ഷ നേതാവായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. ഈ തമ്പി എൻ്റെ ഒരു പഴയ സുഹൃത്തും പാർട്ടിയുടെ അനുഭാവിയുമാണ്. ഇദ്ദേഹത്തിന് താങ്കളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറയൂ. എന്റെ മോളുടെ മരണം ആത്മഹത്യ അല്ല സാർ. എന്റെ മോൾ ആത്മഹത്യ ചെയ്യില്ല, അവളെ കൊന്നതാ. മിസ്റ്റർ തമ്പി, ഞാൻ SP സംസാരിച്ചിരുന്നു. DGP, SP ജെയിംസ് ജോസഫിന്റെ കാര്യം ഇവിടെ പറയണ്ട. അയാളെ എനിക്ക് നന്നായിട്ട് അറിയാം. ആടിനെ പട്ടിയാക്കുന്നവനാ സൈസ്. താങ്കളും ഈ കസേരയിൽ ഇരുന്നിട്ടുള്ളതല്ലേ? എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഏതെങ്കിലും കേസ് അന്വേഷിക്കാൻ സാധിക്കുമോ? എല്ലാവരെയും ഒന്ന് തൃപ്തിപ്പെടുത്തണമെന്ന് ഞാൻ പറയുന്നില്ല. തനിക്ക് നീതി കിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഈ അച്ഛനെ തൃപ്തിപ്പെടുത്താൻ നിങ്ങളുടെ സർക്കാരിന് ബാധ്യതയുണ്ട്. അതിന് നീതി കിട്ടില്ലെന്ന് ആര് പറഞ്ഞു? സർ, SP ജെയിംസ് ജോസഫ് മോഹൻ നിരപരാധിയാണെന്ന് രഹസ്യമായി പലയിടത്തും പറഞ്ഞത് എനിക്കറിയാം. സർ, എനിക്ക് ആരെ ഉപദ്രവിക്കണമെന്ന് ഉദ്ദേശമൊന്നുമില്ല. പക്ഷെ എന്റെ മകളുടെ മരണത്തിന് പിന്നിലെ രഹസ്യം എനിക്കറിയണം. മിസ്റ്റർ DGP, എന്താ നിങ്ങളുടെ അഭിപ്രായം? എങ്കിൽ മറ്റാരെങ്കിലും കൊണ്ട് അന്വേഷിപ്പിക്കാം സാർ. കണ്ട അവരും ഇവരൊന്നും ഈ കേസ് അന്വേഷിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് ശ്യാമപ്രസാദ് മതി. ശ്യാം അന്വേഷിക്കാൻ മാത്രം ഈ കേസിന് എന്താ ഇത്ര പ്രത്യേകത? കേസിലൊന്നും പ്രത്യേകതയില്ല. പക്ഷെ ശ്യാമാണ് അന്വേഷിക്കുന്നതെങ്കിൽ ആർക്കും കേസിൽ ഇടപെടാൻ സാധിക്കില്ലെന്ന് ഉറപ്പുണ്ട്. ശരി, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ താങ്കളൊരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ പ്രതിപക്ഷം ഇതുവരെ അടങ്ങിയിരിക്കായിരുന്നു. കാര്യങ്ങൾ നേരെ ചൊവ്വയല്ല പോകുന്നതെങ്കിൽ അറിയാലോ. ഉറപ്പോ സാർ, ഒരു തരത്തിൽ പറഞ്ഞാൽ ശ്യാമിനെ കേസ് ഏൽപ്പിക്കുന്നത് കൊണ്ട് നമുക്കും പല ഗുണങ്ങളുണ്ട്. ഒന്നാമതായി, പ്രതിപക്ഷം അടങ്ങിയിരുന്നോളൂ. പിന്നെ മോഹന്റെ നിരപരാധിത്വം ശ്യാം വഴി തെളിയിക്കപ്പെട്ടാൽ അതിന് വിശ്വാസ്യത കൂടും. ജനങ്ങൾക്ക് അത്ര വിശ്വാസമാണ് ശ്യാമിനെ. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഈ കേസിൽ എനിക്ക് ശ്യാമിനെ വിശ്വാസമില്ല. കാരണം ഒരു പക്ഷേ ശ്യാം ഏറ്റവും വെറുക്കുന്ന ഒരാളാണ് പ്രതിസ്ഥാനത്ത്. I didn't get you, sir. ഓ, നിങ്ങൾ പുതിയ ആളാണ്. ഇതല്പം പഴക്കമുള്ള കഥയാണ്. ശ്യാമിന്റെ അച്ഛന് വിവാഹത്തിന് മുമ്പ് മറ്റൊരു സ്ത്രീയിലുണ്ടായ മകനാണ് മോഹൻ. അതേ ചൊല്ലി ശ്യാമിന്റെ അച്ഛനും അമ്മയും തമ്മിൽ എന്നും വഴക്കായിരുന്നു. ആ വഴക്ക് ശ്യാമിന്റെ അച്ഛന്റെ ആത്മഹത്യയിലാണ് കലാശിക്കുന്നത്. പിന്നെ ശ്യാമിന്റെ അമ്മയും അധികകാലം ജീവിച്ചിരുന്നില്ല. ശ്യാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ തന്റെ കുടുംബത്തിലുണ്ടായ എല്ലാ ദുരന്തങ്ങൾക്കും കാരണം മോഹനാണ്, മോഹന്റെ ജന്മമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പക്ഷേ സാർ, ഞാൻ ശ്യാമിനെ മനസ്സിലാക്കിയെടുത്തോളം ഹീസ് എ മാൻ ഓഫ് ഗ്രേറ്റ് ഇന്റഗ്രിറ്റി ആൻഡ് കമ്മിറ്റ്മെന്റ്. ഈ ഒരു കാരണം കൊണ്ട് മാത്രം മോഹനെ അയാൾ പീഡിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇഫ് മോഹൻ ഈസ് ഇന്നസെന്റ്. നീ ഇതെങ്ങനെ അറിഞ്ഞേ? മാധവേട്ടൻ തിരുവനന്തപുരത്തൊന്നും വിളിച്ചു പറഞ്ഞതാ. ശ്യാമാണ് ഈ കേസ് അന്വേഷിക്കുന്നതെങ്കിൽ ഇതിന്റെ പിന്നെ തമ്പിസാറിന്റെ ബുദ്ധിയാ മോനേട്ടാ. ഭാഗ്യം ചെയ്ത ജന്മം എന്റേത് അല്ലേ ജോസേ? തന്ത ഉണ്ടായിട്ടും തന്ത ഇല്ലാത്തവൻ എന്ന വിളിപ്പേര് കിട്ടി. എന്താ മോനേട്ടത്? ഞങ്ങൾക്കൊക്കെ ധൈര്യം തരുന്ന മോനേട്ടൻ ഇങ്ങനെ തടഞ്ഞാലോ? ഞങ്ങളൊക്കെ ഉണ്ട് മോനേട്ടന്റെ കൂടെ. തളർച്ചയില്ല ജോസേ, പക്ഷെ ഞാൻ കാണുന്നു ഇരുട്ടിൽ പതിയിരുന്ന എല്ലാവരും ചേർന്ന് എന്റെ കഴുത്തിൽ കുരുക്ക് മുറുക്കുന്നത് ഞാൻ കാണുന്നു.
മോഹനേട്ടാ, ആ ഇന്ന് രാവിലെ പാർട്ടി മീറ്റിംഗ് ഉണ്ടായിരുന്നു. മോഹനേട്ടന് പകരമായി എന്നോട് നിൽക്കാനാ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുന്നത്. നല്ല വാർത്തയാണല്ലോ. ആ ജോൺ സാമുവലും കൂട്ടരും പിണങ്ങിപ്പോയി. നന്നായി. അയാളൊരു കള്ളനാ. സത്യം പറഞ്ഞ എനിക്ക് താല്പര്യമില്ല. മോഹനേട്ടന് പകരക്കാരനായി എനിക്ക് പറ്റില്ലെന്ന് പറയാൻ പോവാ. ഹരിത ജോസെ, നമ്മളെ വിശ്വസിച്ച ജനങ്ങളെ ചതിക്കരുത്. ഏബ്രഹാം സാർ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ നമ്മൾ പൂർത്തിയാക്കണം. അതിന് ജോസ് നിന്നേ പറ്റൂ. ഓൾ ദി ബെസ്റ്റ്. മോഹനും ഞാനും നല്ല സുഹൃത്തുക്കളാ. അവൻ നിയമസഭയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവനാ ഞാൻ. സത്യം പറഞ്ഞ അവനെതിരായിട്ടൊരു വീക്ക് കാൻഡിഡേറ്റിന് ഇട്ടതുപോലും അതിനു വേണ്ടിയിട്ടാ. പക്ഷെ അവൻ ഇങ്ങനൊരു മുഖമുണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ആ ഇക്കാലത്ത് എല്ലാവരും മുഖംമൂടി അണിഞ്ഞല്ലേ ജീവിക്കുന്നത്. സാർ ഇപ്പൊ പറഞ്ഞത് വലിയൊരു സത്യ. പലരുടെയും മനസ്സിലെടുപ്പും പ്രവൃത്തിയും തമ്മിൽ വലിയ അന്തരമുണ്ട്. ആ വന്ന കാര്യം പറഞ്ഞില്ല. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഡിക്റ്റേറ്റീവ് ചന്ദ്രചൂഡനെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തണം. അത് വേണോ സാർ? അയാൾ ഇടപെട്ട കേസൊക്കെ ഒരു തലവേദനയായി മാറിയിട്ടേ ഉള്ളൂ. എന്റെ അളിയനായതുകൊണ്ട് പറയല്ല, അവനൊരു ശുദ്ധനാ. പിന്നെ ചില മണ്ടത്തരങ്ങൾ. ആ ശ്യാമിന്റെ കൂടെ ആകുമ്പോ മര്യാദക്ക് നിന്നോളും. കേസ് അന്വേഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുകയും ചെയ്യാം. അത് മാത്രമല്ല സാറിന്റെ ഉദ്ദേശമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വേറെന്തുദ്ദേശം? ശ്യാം ഒരു കേസ് അന്വേഷിക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് സാറിന് നന്നായിട്ട് അറിയാം. അപ്പൊ പിന്നെ ആ ടീമിലേക്ക് ചന്ദ്രചൂഡനെ കയറ്റിവിടാൻ സാധിച്ചാൽ. ബൈ ദ ബൈ, ഈ ശ്യാം ഇപ്പൊ എവിടെ ഉണ്ട്? ഇതാരാ? ഇത് ഡിറ്റക്റ്റീവ് ചന്ദ്രചൂഡൻ. ഇയാളെ കണ്ടിട്ട് ഒരു ഡിറ്റക്റ്റീവിന്റെ ലുക്ക് ഒന്നുമില്ലല്ലോ. കാഴ്ചയിൽ മാത്രല്ല, ബുദ്ധിയിലും കാര്യമായിട്ടൊന്നുമില്ല. നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ബന്ധുവാ. അതുകൊണ്ട് ഇവിടം വരെയൊക്കെ എത്തി. എന്ത് പാടോ ഇത്? ഇവിടെ വല്ല പാർട്ടി മീറ്റിങ്ങോ സിനിമ ഷൂട്ടിങ്ങോ? അല്ല സർ, ഇവരൊക്കെ ശ്യാമപ്രസാദ് സാറിനെ കാണാനായിട്ട്. കാത്തിരുന്നാണെ വരാൻ പോകുന്നവൻ ആര്? അമിതാഭ് ബച്ചനോ? സ്റ്റുപ്പിഡ് ഫെലോസ്. ഇതാണോ മോനെ ശ്യാമപ്രസാദ്? ഇത് ശ്യാമപ്രസാദ് ഒന്നുമല്ല, ഇതേതോ ഏട്ടുമുത്തസയായതാ. ഇവൻ മുറ്റ ഈ ശ്യാമപ്രസാദന് എന്താ രണ്ട് തലയുണ്ടോ? അല്ല സർ, അദ്ദേഹം ബുദ്ധിപരമായി എത്ര കേസാ തെളിയിച്ചിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ വലിച്ചുവാരി എഴുതാൻ കുറെ ഞാവാലി പത്രക്കാരും, അത് കേട്ട് ഇവനൊക്കെ എഴുന്നള്ളിച്ചോണ്ട് ഇറക്കാൻ കുറെ മന്ദബുദ്ധികളും. ഇവനാര്? ദൈവത്തിന്റെ അവതാരം.